ഏതു ഭാഷയിലെ ബിഗ് ബോസ് ഷോ ആണെങ്കിലും പ്രേക്ഷകരെ രസിപ്പിക്കുന്നത് മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലും ഇത്തരം വഴക്കുകൾക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. വഴക്ക് മൂത്ത് അസീർ റോക്കി സിജോയെ കായികമായി നേരിടുന്നതും നാം കണ്ടു. ഇതേ തുടർന്ന് അസീർ റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. സിബിന് പുറത്തേക്കുള്ള വഴി ഒരുക്കിയതും ഇത്തരം വഴക്കാണ്. മറ്റു പല മത്സരാർത്ഥികളുമായും ഷോയിൽ മുട്ടൻ വഴക്കുണ്ടായി. ഋഷി പ്രധാനമായും വഴക്ക് വെച്ചത് ജാസ്മിനും ഗബ്രിയുമായിട്ടായിരുന്നു. ഋഷി ഗബ്രിയെ വാഴ എന്ന് വിളിച്ച ആ സീനൊക്കെ ഇന്നും പ്രേക്ഷകർ മറന്നു കാണില്ല. പുറത്തിറങ്ങിയാലും സഹകരിക്കാൻ താല്പര്യമില്ലാത്ത മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ എന്ന് ഒരു ഘട്ടത്തിൽ ഋഷി പറയുകയുമുണ്ടായി. ബിഗ് ബോസിലെ വഴക്കുകൾ പലതും സാധാരണ അവിടെ അവസാനിക്കാറാണ് പതിവ്. എന്നാൽ സീസൺ 6 അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ജാസ്മിനും സിബിനുമായുള്ള വിഷയം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നു. ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഋഷിയുടെയും ജാസ്മിൻ്റെയും വഴക്കിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ ബിഗ് ബോസിൽ തന്നെ അവസാനിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഋഷിയുടെ കല്യാണത്തിലും അതുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളിലുമെല്ലാം സജീവമായി ജാസ്മിനും ഗബ്രിയും പങ്കെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയും ജാസ്മിൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ജാസ്മിൻ്റെ വീഡിയോക്ക് താഴെ പല തരത്തിലുള്ള കമൻറ്റുകളും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. ബിഗ് ബോസിലെ വഴക്കുകളൊക്കെ ഇത്രയുള്ളൂ, എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് വീണ്ടും ഒന്നായവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് പലരും കുറിച്ചത്. അതേസമയം തന്നെ ചിലർ പഴയ വഴക്കിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഒട്ടും സഹകരിക്കാൻ നിനക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഋഷി അന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാം മറന്ന് നല്ല മനസ്സോടെ എല്ലാവരും ഒത്തുകൂടിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം. അന്ന് വെറുതെ ഋഷിയെ പിരികയറ്റിയത് അൻസിബ ആയിരുന്നു എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ കുറിച്ചത്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഔട്ട്ഫിറ്റിനും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. വസ്ത്രത്തെക്കുറിച്ച് ജാസ്മിൻ തന്നെ വ്ലോഗിൽ പറയുന്നുണ്ട്. നേരത്തെ യെല്ലോ കളറിലുള്ള വസ്ത്രമായിരുന്നു തയ്യാറാക്കാൻ പറഞ്ഞതെങ്കിലും തലേ ദിവസമാണ് ഋഷി വിളിച്ച് വൈറ്റാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഈ ഡ്രസ്സ് തയ്യാറാക്കിയത്. എങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും ജാസ്മിൻ പറഞ്ഞു. ബിഗ് ബോസിലെ ആദ്യ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഋഷിയെക്കുറിച്ച് എൻഗേജ്മെൻറ്റ് വേദിയിൽ വെച്ച് ഗബ്രി പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം വീട്ടിലെ തന്നെ ഏറ്റവും ജെനുവിനായിട്ട് തോന്നിയ ഒരാളാണ് ഋഷി. പുറത്തിറങ്ങിയപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഗബ്രി പറഞ്ഞു.